ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഒരു സൂയിൽ വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ പേര് മാർവൽ സൂ. ഇത് ലൊക്കേഷൻസ് ഈ വിഞ്ചെസ്റ്റർ എന്ന് പറയും, സൗത്താംപ്ടൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡേ ട്രിപ്പായിട്ട് ഇവിടുത്തെ ഈ സൂയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ. ഇവിടെ വലിയതൊന്നുമില്ല, ചെറിയൊരു എൻട്രൻസ്, പിന്നെ കുറേ കാർ പാർക്കിങ് പുറത്തുണ്ട്. അത് ഞാൻ കാണിച്ചില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മളെ അകത്തോട്ട് കയറാനുള്ള ഒരു ചെറിയ എൻട്രൻസേ ഉള്ളൂ. അപ്പോൾ വരുമ്പം തന്നെ ഇവിടെ ഇതുപോലെ പെൻഗ്വിൻ്റെ ഒരു കുളമാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ കാണുന്നതാണ്. കുറേ പെൻഗ്വിൻ ഉണ്ട് അവിടെ. പിന്നെ ഈ കണ്ടിട്ട് അത്രയ്ക്കും വലിയ ഒരു സൂ ആയിട്ട് തോന്നില്ല. ഒരു സഫാരി പാർക്കിൻ്റെ അത്ര ഒന്നും വലുതൊന്നുമല്ല. ആ ഒരു സൂ ആണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 40 പൗണ്ടാണ്. അഡൽറ്റിന് 40 പൗണ്ടും ചിൽഡ്രൻസിന് അണ്ടർ 2 ഫ്രീയാണ്. ബാക്കി എല്ലാവർക്കും, മറ്റേ പിള്ളേർക്ക് എത്രയാണ്, 20 പൗണ്ട് ചെറിയ പിള്ളേർക്ക്. അഡൽറ്റിന് 40 പൗണ്ട്. ഇതാ വിഞ്ചെസ്റ്ററിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോരണം. കുറേ ഇങ്ങോട്ട് ഒരു അരമണിക്കൂറോളം, അരമണിക്കൂറല്ല, ഒരു 20 മിനിറ്റോളം ദൂരമുണ്ട് മെയിൻ സിറ്റിയിൽ നിന്ന്. ചെറിയ വഴി കൂടി ഇങ്ങോട്ട് പോരണം. ഈ പറയുന്ന പോലെ വലിയ ആനിമൽസ് ഒന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഇതൊരു വന്നതൊരു വേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അത്രയ്ക്കും വലിയ ആനിമലൊന്നുമില്ല ഇവിടെ. ഞാൻ ഉള്ള ആനിമലിനെ മാത്രം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ ഏരിയയൊക്കെ രസമുണ്ട്. ഇപ്പം അത് കഴിഞ്ഞോട്ട് വരുമ്പം ഒരു ജിറാഫിൻ്റെ വലിയൊരു കൂട്ടിലോട്ടാണ് വരുന്നത്. ആ ജിറാഫ് കൊള്ളാം തോന്നുന്നു കേട്ടോ. ഇതേതാണ്ട് എൻ്റെ അകത്തോട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ള എൻട്രൻസ് ആണ്. ഒരു ചെറിയൊരു ജിറാഫിൻ്റെ മാത്രമായിട്ടുള്ളൊരു വലിയൊരു ഇത് നിൽക്കുന്നുണ്ടോ. നല്ല 3 വലിയ ജിറാഫ്, ഒരാണും ഒരു പെണ്ണും, പിന്നെ അതിൻ്റെ ഒരു കൊച്ചുമായി നിൽക്കുന്നത്. ഇതൊരു ഫാമിലിയാണ്. ഈ നിൽക്കുന്നവനാണ് ആണ്, പിന്നെ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു പെണ്ണ്, നടുക്ക് നിൽക്കുന്ന കൊച്ച്, അതും ഒരു പെണ്ണാണ്. അത് കൊള്ളാം കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്ലോസ് ആയിട്ട് വലിയ ജിറാഫിൻ്റെ സൈസ് നമ്മൾ പുറമെ ടി വിക്കകത്തൊന്നും കാണുന്ന പോലൊന്നും അല്ല ഇവിടെ. ഇത് ഭയങ്കര സാധനം ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പം ഈ സീബ്രയുടെ ഒരു കൂട്, സീബ്രയുടെ അതിൻ്റെ അകത്ത് കാണാം. ഇതെല്ലാവരും ഓരോ വലിയ കേജ് പോലെ സ്ഥലത്തൊരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൻ്റെ അകത്ത് കിടക്കുക. അത് കുഴപ്പമില്ല.
അങ്ങനെ ഒട്ടകപ്പക്ഷി 2 ഒട്ടകപ്പക്ഷി ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി ഇങ്ങോട്ട് വന്നു. പിന്നെ അതുപോലെ തിരിച്ചു പോവുകയും ചെയ്തു. ഇതേ നിൽക്കുന്നത് കണ്ടോ, ഇവന് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വന്നു എന്നെ കണ്ടോണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിൻ്റെ സൈസ് ഭയങ്കര കേട്ടോ, നല്ല ബിഗ് സൈസാണ്. ഞങ്ങൾ ഒത്തിരി ആനിമൽ പാർക്കിൽ ഇവിടെ വന്നിട്ട് UK പോയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം കണ്ടതിൽ ഏറ്റവും ബോസായിട്ടുള്ള ഒരു ആനിമൽ പാർക്ക് ഇതാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെയുള്ള ഒന്നുമില്ല, വെറുതെ. പിന്നെ ഇതിൻ്റെ ലേ ഔട്ട് എനിക്കിഷ്ടപ്പെട്ടു ഈ പാർക്കിൻ്റെ. നമുക്ക് മിസ്സാകത്തില്ല, എല്ലാം നല്ല കറക്റ്റ് ഒരേ രീതിയിൽ വരാൻ പറ്റും. ഒറ്റ റോഡാണ്, ആ റോഡിൻ്റെ സൈഡിലും റൈറ്റും ലെഫ്റ്റുമായിട്ട് ഓരോരോ ഈ ആനിമൽസിനെ കാണാൻ പറ്റുന്നത്. അപ്പം നമുക്കൊന്നും മിസ്സാകത്തില്ല. ഇവിടെ വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഞങ്ങളവിടുന്ന് അല്പം ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിനകത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആയത് ഇങ്ങനെ കിടക്കുക. ഇതുണ്ടോ, ഒരു ചെറിയ കിളിക്കുഞ്ഞിനെ കണ്ടോ? അതിൻ്റെ അമ്മ അങ്ങോട്ട് കയറി അങ്ങ് പോയി കഴിഞ്ഞപ്പം പാവം അത് ഒറ്റയ്ക്ക് അവിടെ പെട്ടുപോയി. ഒരു അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ. അതിൻ്റെ അമ്മ അതിനെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കയറി പോയപ്പോൾ അതിനെ കൊണ്ട് കയറാനും പറ്റുന്നില്ല. പാവം അതിങ്ങനെ പിടയ്ക്ക് കിടന്നു. അതിൽ കയറി മമ്മീനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമായത്. കീ എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ നോക്കി നടക്കുക. അവസാനം അത് അങ്ങോട്ട് പോയി. ഇതുപോലെ വലിയ ട്രെയിനുണ്ട്, ചൂച്ചു ട്രെയിനെ കയറ്റി ഇതിൻ്റെ അകത്തൂടെ എല്ലാം നമ്മളെ കാണിക്കും. അപ്പോൾ ഇതിന് 2 പൗണ്ട് ഒരാൾക്ക് ഈ ട്രെയിനെ കയറുന്നതിന്. ഇതിൻ്റെ അകത്തൂടെ എല്ലാം കറക്കിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തും. അവർ ആ എൻട്രൻസിൻ്റെ അവിടുത്തെ കയറ്റിയിട്ട് അകത്തെല്ലാം കയറിയിട്ട് വീണ്ടും കൊണ്ടേ ഇറക്കും. അപ്പോൾ അതാണ് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പ് 4 മണിക്കാണ്, 4 മണി വരെ ഉള്ളൂ.
പിന്നെ ഈ വീഡിയോയുടെ ഈ സ്ഥലം എവിടെയാണെന്നും അതുപോലെ ഇതിൻ്റെ അഡ്രസ്സ്, ഇതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ മറ്റുള്ള എല്ലാം ഈ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇത് എവിടെയാണെന്നൊക്കെ. അപ്പം നിങ്ങൾക്കും ഇവിടെ വരണമെങ്കിൽ താല്പര്യമുള്ളവർ വരിക. ഒരു ദിവസം ഒന്ന് അടിച്ചു പൊളിച്ച് പിള്ളേരുമായിട്ട് പിക്നിക്ക് പോലെ വന്നാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കാനും എടുക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ വന്ന് ഇരുന്ന് പിക്നിക്ക് പോലെ ഫുഡൊക്കെ കഴിച്ച് ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള ട്രിപ്പുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും വലിയ ഗുണമൊന്നും ഇല്ല ഈ പാർക്ക്. ആനിമൽസ് എന്നൊക്കെയുള്ള പേരേ ഉള്ളൂ ആനിമൽ പാർക്കെന്ന്. പക്ഷേ അതിന് മാത്രം വലിയ ആനിമലൊന്നും ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ കാണുന്ന പന്നിക്കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടോ, ഇങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങിത്തീർന്നു. ഇതാണ് ഇവിടെ തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോകുന്ന സ്ഥലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 വലിയ താറാവും അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. താറാവാണ്, പേത്തയാന്ന് തോന്നുന്നു, പേത്ത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസാനത്തെ എൻട്രൻസ്. ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ പാർക്കിംഗ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ UK-ലെയും അതുപോലുള്ള യൂറോപ്പിലെയും പല കാഴ്ചകളും നമ്മളെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.